നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. നാളെ 2024 മാർച്ച് മാസം 28 വ്യാഴാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എല്ലാം തന്നെ മറക്കാതെ ഷെയർ ചെയ്യണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക. വാർത്തകൾ, അറിയിപ്പുകൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുണ്ട്. എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക. ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ലോക്സഭാ ഇലക്ഷൻ നടക്കുന്ന ഏപ്രിൽ 26 സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സർക്കാർ ഓഫീസുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ അടക്കം എല്ലാ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. വാണിജ്യ സ്ഥാപനങ്ങൾക്ക് ശമ്പളത്തോടു കൂടിയുള്ള അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന് പരിധിയിൽ വരുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ, സ്വകാര്യ വ്യവസായ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ അവധി പ്രഖ്യാപിക്കുന്നതിന് ലേബർ കമ്മീഷണർ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണം. അവധി ദിവസം ശമ്പളം നിഷേധിക്കുകയോ കുറവ് വരുത്തുകയോ ചെയ്യരുതെന്നും ഉത്തരവിൽ പറയുന്നു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ലോകത്ത് ഒരു മഹാമാരിയുടെ ഭീഷണി ഉയർന്നു വരുന്നു. കോവിഡ് പടർന്നു പിടിച്ച് 4 വർഷത്തിന് ശേഷം വീണ്ടും അപകട സൂചനയുണ്ടെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഒരു മഹാമാരി ലോകമെമ്പാടും എപ്പോൾ വേണമെങ്കിലും പടരാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. UK പകർച്ചവ്യാധി വിദഗ്ധർ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരു വൈറസിനെക്കുറിച്ചും മറ്റൊരു മഹാമാരിക്ക് കാരണമാകുന്നതിനുള്ള സാധ്യതയെക്കുറിച്ചും ആശങ്ക പ്രകടിപ്പിച്ചതായിട്ടും സ്കൈ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. അടുത്ത മഹാമാരി വളരെ അടുത്താണ്. ഇത് 2 വർഷത്തിനുള്ളിൽ വരാം, അല്ലെങ്കിൽ 20 വർഷം എടുത്തേക്കാം, അല്ലെങ്കിൽ ഇതിലും ദൈർഘ്യമുണ്ടാകാം. എന്നാൽ നമ്മൾ ജാഗ്രത പാലിക്കണം. ഇത് തടയുവാനായിട്ട് എല്ലാ തലങ്ങളിലും നാം ജാഗ്രത പുലർത്തുകയും തയ്യാറാവുകയും പ്രവർത്തിക്കുകയും വേണമെന്നും ഇത് വലിയ നാശത്തിന് കാരണമാകുമെന്നുമാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, KSEBക്ക് ആശ്വാസ വാർത്ത. KSEBക്കായിട്ട് സർക്കാർ 767 കോടിയോളം രൂപ അനുവദിച്ചിരിക്കുകയാണ്. 2022-23 നഷ്ടത്തിൻ്റെ 75% സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ വൈദ്യുതി നിയന്ത്രണം ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. വൈദ്യുതി വാങ്ങാൻ പണമില്ലാതെ KSEB പ്രതിസന്ധിയിലായിരുന്നു. അന്തരീക്ഷ താപനില ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നതിനെ തുടർന്ന് സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം കുതിച്ചുയർന്നിരിക്കുകയാണ്. പ്രതീക്ഷകൾക്കെല്ലാം അപ്പുറമുള്ള വൈദ്യുതി ആവശ്യകതയാണ് സംസ്ഥാനത്ത് ഇപ്പോൾ ഉള്ളത്. വൈകുന്നേരം 6-നും 11-നും ഇടയിൽ വൈദ്യുതി ഉപയോഗം പരമാവധി എല്ലാവരും കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. പമ്പ് സെറ്റ്, ഇൻഡക്ഷൻ സ്റ്റൗ, വാട്ടർ ഹീറ്റർ, ഇസ്തിരിപ്പെട്ടി, അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ തുടങ്ങി വൈദ്യുതി അധികമായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ പരമാവധി മറ്റ് സമയങ്ങളിൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അത്യാവശ്യമല്ലാത്ത ലൈറ്റുകളും മറ്റുപകരണങ്ങളും ഓഫ് ചെയ്യുക. AC-യുടെ താപനില 25 ഡിഗ്രി സെൽഷ്യസിൽ താഴാതെ ക്രമീകരിക്കുന്നതും വൈദ്യുതി ലാഭിക്കുവാനായിട്ട് സഹായകമെന്നും KSEB അറിയിച്ചു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഈസ്റ്റർ, റംസാൻ, വിഷു ആഘോഷങ്ങളുടെ വരവ് കണക്കിലെടുത്തുകൊണ്ട് സപ്ലൈകോയിൽ പ്രത്യേക വിൽപ്പന. ഇന്നു മുതൽ സംസ്ഥാനത്തെ എല്ലാ താലൂക്കുകളിലും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സപ്ലൈകോ ഔട്ട്ലെറ്റിൽ ഈസ്റ്റർ, റംസാൻ, വിഷു ഫെയർ വിപണി തുടങ്ങുന്നതായിരിക്കും. ഏപ്രിൽ 13 വരെയാണ് ഫെയർ വിപണി തുടരുക. വിവിധ ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് വൻ വിലക്കുറവ് നൽകുന്ന ഗോൾഡൻ ഓഫർ പദ്ധതി സപ്ലൈകോ മാർച്ച് 12 മുതൽ നടപ്പിലാക്കി വരികയാണ്. അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം നേരിയ ഇടിവ് രേഖപ്പെടുത്തിയ സ്വർണ്ണവിലയിൽ വർധനവ് ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. ഇന്ന് ബുധനാഴ്ച മാർച്ച് 27 1 ഗ്രാം 22 ക്യാരറ്റ് സ്വർണ്ണത്തിന് 20 രൂപയും 1 പവൻ 22 ക്യാരറ്റ് സ്വർണ്ണത്തിന് 160 രൂപയുമാണ് വർദ്ധിച്ചത്. 1 ഗ്രാം 22 ക്യാരറ്റ് സ്വർണ്ണത്തിന് 6135 രൂപയിലും 1 പവൻ 22 ക്യാരറ്റ് സ്വർണ്ണത്തിന് 49,080 രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത്. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്ക് നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക. വാർത്തകൾ, അറിയിപ്പുകൾ എല്ലാ ദിവസവും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുണ്ട്. എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.